ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ പുലാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ പുലാവിന് അധികം മസാലകളൊന്നും ഇല്ലാതെ വെള്ള കളറാണ് ഉണ്ടാവുക. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റേതായ ചില മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അരി എടുക്കാം. ഞാനിവിടെ നീളമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 10 മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് 10 മിനിറ്റ് അതിങ്ങനെ കുതിരാൻ വയ്ക്കണം. അതിനുശേഷം ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു. പാത്രം ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ ജീരകവും ചെറിയ ജീരകം, പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്കയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നും നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന 2 ഉള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്കിതിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരല്പസമയം മൂടി വെക്കാം. അപ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അരിക്ക് തുല്യമായിട്ട് വെള്ളം പതപ്പിക്കാൻ വെക്കണം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ആ വെള്ളം നമുക്കിനി ഇതിലേക്ക് ഈ ചിക്കൻ്റെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പ് എരിവൊക്കെ നോക്കേണ്ടതാണ്. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാകാൻ വിടാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുഴുവൻ പച്ചമുളകും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ചിക്കനിലേക്കാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. കഴുകി ഊറ്റി വെച്ചതാണ്. അതും കൂടി ചേർത്ത് ഒരു ഹാഫ് ലെമൺ കൂടി സ്ക്വീസ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ബബിൾസ് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുറച്ചൊരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്.